ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എമ്പുരാന്റെ ഒരുപാട് അനാവശ്യ കോൺട്രവേഴ്സീസ് അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എമ്പുരാൻ എന്നൊരു ടോപ്പിക്കിൽ ഇനി ഒരിക്കലും ഒരു വീഡിയോയും എടുക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്നലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ട ഒരു ക്ഷമാപണം സിനിമയിൽ കൊച്ചു കുട്ടികൾ മുതൽ അല്ലെങ്കിൽ പ്രായഭേദമന്യേ പ്രായമായവർ വരെ ലാലേട്ട എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ലാലേട്ടനോടും, അതേപോലെ നമ്മുടെ മലയാള ഫിലിമിലെ അഹങ്കാരി എന്ന് മുദ്ര കുത്തപ്പെട്ട നമ്മുടെ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ പൃഥ്വിരാജിനോടും കുറച്ച് വാക്കുകൾ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നേ വരെ ഓരോ സെലിബ്രിറ്റീസിനെ നേരിൽ കാണണമെന്നോ അല്ലെങ്കിൽ അവരോട് ഒരു സെൽഫി എടുക്കണമെന്നോ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇന്നലത്തെ ഈ ഒരു സംഭവത്തോടെ നമ്മുടെ സ്വന്തം ലാലേട്ടനെയും അതുപോലെ പൃഥ്വിരാജിനെയും ഒന്ന് നേരിൽ കാണണമെന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കുകൾ ഒന്ന് അവരിലേക്ക് എത്തിക്കണമെന്നും തോന്നി. ഈ ഒരു വീഡിയോയിലൂടെ അവരിലേക്ക് ഈ ഒരു വാക്കുകൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് മലയാള സിനിമകളിലെ വിജയ പരാജയങ്ങളൊക്കെ കണ്ടു വളർന്നവരാണല്ലേ. ഓരോ സിനിമയും വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അത് ഓരോ ഓഡിയൻസിനെ ബേസ് ചെയ്തിരിക്കും. ഓരോ സിനിമയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ഓരോ ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകരാണല്ലേ. ഓരോ പ്രേക്ഷകരുടെയും ഓരോ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ ഈ ഒരു സിനിമയിൽ കാണുന്നത് ഒരു ബിഗ് ക്യാൻവാസ് ആണ്. ഒരു 5 വർഷത്തെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, അവരുടെ ഒരു ഡെഡിക്കേഷനാണ് ഞാൻ ഈ ഒരു സിനിമയിലൂടെ കാണുന്നത്. മലയാളികൾ ഒരുപാട് ആദരിക്കുന്ന ഓരോ മലയാള സിനിമയിലെയും ഓരോ കഥാപാത്രങ്ങളെയും അഭിനയിക്കുകയല്ല, ജീവിച്ച് കാണിച്ച ഒരു വ്യക്തിയല്ലേ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ശരിക്കും ഈ ഒരു ക്ഷമാപണത്തിലൂടെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ തോറ്റുപോയെന്ന്. ശരിക്കും തോറ്റത് ഞങ്ങളാണ്, തോൽപ്പിച്ച് കളഞ്ഞത് ഓരോ മലയാളികളെയുമാണ്. കുഞ്ഞുനാള് മുതൽ മലയാള സിനിമയെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരാധിച്ച എല്ലാ മലയാളികളെയുമാണ് നിങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. ഈ ഒരു എമ്പുരാൻ എന്നൊരു ഫിലിമിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു ക്ഷമാപണത്തിലൂടെ ഓരോ മലയാളികളുടെയും അല്ലെങ്കിൽ ഓരോ ആരാധകരുടെയും മനസ്സിലാണ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നത്. ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം രാജുവേട്ടനോടാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജിനോടാണ്. തന്റേതായ ഇടം കണ്ടെത്തുന്നവനാണല്ലേ തന്റെ എടി. മലയാള സിനിമയിൽ അഹങ്കാരി എന്ന മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും താങ്കൾക്ക് താങ്കളുടേതായ ഒരു ഇടം കണ്ടെത്താൻ മലയാള സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ഒരു എമ്പുരാൻ എന്ന ഫിലിമിന്റെ പ്രൊമോഷനുകളിലെല്ലാം സിനിമ എന്ന അഹങ്കാരത്തോടെ അല്ലെങ്കിൽ തന്റെ സിനിമ എന്നൊരു അഭിമാനത്തോടെ നിൽക്കുന്ന ആ ഒരു പൃഥ്വിരാജിനെയല്ലേ നമ്മൾ എല്ലാവരും കണ്ടത്. ആ ഒരു പൃഥ്വിരാജിനെ ഓരോ ആരാധകരും ഏറ്റെടുത്തത്. നിങ്ങളൊരു റെസ്പോൺസിനായി വെയിറ്റ് ചെയ്തിരുന്ന ഓരോ മലയാളികളെയുമാണ് നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. മറ്റ് അന്യഭാഷ ചിത്രങ്ങൾക്കൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാള സിനിമയെ വളർത്തിക്കൊണ്ടുവരും എന്ന് നിങ്ങളുടെ സ്വപ്നം കണ്ട ഓരോ മലയാളികളെയുമാണ് നിങ്ങളുടെ മൗനത്തിലൂടെ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത്.